ഈ ഭൂമിയായിട്ടും മണ്ണായിട്ടും ഈ ക്ലൈമറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ കിട്ടിയ പ്ലാന്റുകൾ നന്നായി വരുന്നുണ്ട്. ഇത് നമ്മൾ ഏകദേശം ഒരു 45 ദിവസം മുമ്പ് വെച്ച ഒരു ലെമണിന്റെ പ്ലാന്റ് ആണ്. ഏകദേശം ഒരു 1 year താഴെ പ്രായമുള്ള പ്ലാന്റ് ആണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. അത് നമ്മളിവിടെ പ്ലാന്റ് ചെയ്തു. ഏകദേശം ഒരു 10,000 കടയോളം നമ്മളിവിടെ പ്ലാന്റ് ചെയ്തു. പക്ഷേ കുറച്ചധികം പ്ലാന്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഒന്ന് നമ്മൾ ഈ പ്ലാന്റ് എടുത്ത സ്ഥലത്ത് നിന്ന് ഇവിടെ എത്തുമ്പോഴും ഈ ഭൂമിയായിട്ടും മണ്ണായിട്ടും ഈ ക്ലൈമറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ കിട്ടിയ പ്ലാന്റുകൾ നന്നായി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഫസ്റ്റ് വളം ഇടുന്നതിന്റെ പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പുല്ലും കാടൊക്കെ പിടിച്ച് നിൽക്കായിരുന്നു. നമ്മൾ അതൊന്നും കളഞ്ഞില്ല. കാരണം ഈ പ്ലാന്റിന് ഒരു പ്രൊട്ടക്ഷനായിട്ട് നിൽക്കട്ടെ എന്ന് വെച്ച് അങ്ങനെ നിലനിർത്തി. ഇപ്പം ഇനി ഫസ്റ്റ് വളം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആട്ടിൻകാട്ടവും അതുപോലെ ചാണകവും പൊടിച്ചതിന് ശേഷം നമ്മളൊരു വളമൊക്കെ കടക്കി ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് മണ്ണൊന്ന് പതിയെ കൂട്ടി കൊടുക്കും. അപ്പോൾ സാധാരണ നമ്മൾ ഇത്ര വലിയ തോട്ടത്തിലാകുമ്പോൾ നമുക്കിത് പ്ലാന്റ് നമുക്ക് ഒത്തിരി ഏരിയ ഉള്ളതാണെന്ന് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ട്രാക്ടർ ഓടിച്ചു മണ്ണൊന്ന് പൊടിച്ചതിന് ശേഷം ടില്ലർ വെച്ചിട്ടാണ് നമ്മൾ പതിയെ മണ്ണ് ഇങ്ങനെ ചെറിയ ബെഡ് വാരി ആക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ല നീർവാഴ്ച ഉണ്ടാവും. ഇനി നാളെ മഴ പെയ്താലും അല്ലെങ്കിൽ മഴ കൂടുതൽ വന്നാലും ഇതിന്റെ വേരുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു ചെറിയ ബെഡ് മാതിരി ആക്കി ഭംഗിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കറക്റ്റ് നമ്മൾ നോക്കിയാൽ ഒരു 4 മാസം കഴിയുമ്പോഴേക്കൊക്കെ കായാവുന്നതും അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലോട്ട് ഈ ചെടി വളർന്ന് വരാവുന്ന ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ഫസ്റ്റ് പ്രോസസ്സ് വരുന്നത്.